പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. എൻ്റെ കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, ഏറ്റവും പ്രായമായിട്ട് ഭവനത്തിലിരിക്കുന്നവരെ, സമാധാനം, സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ വലിയ കൃപയുടെ ഒരു ദിവസമാകട്ടെ കേട്ടോ. ചൊവ്വാഴ്ച ദിവസമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ വലിയ ഇതിൽ ചിന്തിക്കുമായിരുന്നു കേട്ടോ. കർത്താവിൻ്റെ കൂടെ നടക്കാനായിട്ടാണ് ഏറ്റവും വിഷമം. ഏതെങ്കിലും രീതിയിൽ പാപത്തിൻ്റെ അല്ലെങ്കിൽ തെറ്റായ മാർഗങ്ങളിലൂടെ നടക്കാൻ വലിയ എളുപ്പമാണ്. പക്ഷെ തമ്പുരാന്റെ കൂടെ നടക്കണമെങ്കിൽ നല്ല ത്യാഗം സഹിച്ചു. എപ്പോഴും കർത്താവിനോട് പരാതി പറയുന്ന വലിയൊരു മേഖലയാണ് കേട്ടോ. ഞാനെപ്പോഴും പറയുന്നത് ഒരു കൂട്ടുകാരനെ പോലെ പരാതി പറയുന്ന വലിയൊരു മേഖലയാണ്. കർത്താവേ, എനിക്ക് ഏറ്റവും വിഷമങ്ങളും അല്ലെങ്കിൽ ഏറ്റവും അധികം ദുരാനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് എപ്പോഴൊക്കെ നന്നായി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അങ്ങയുടെ കൂടെ സന്നിധിയിലായിരുന്നു, അപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഉപേക്ഷിച്ച് പോയേക്കും, ചിലപ്പോൾ ഒരു ഭീഷണിയൊക്കെ പെടുത്താറുണ്ട് തമ്പുരാൻ. അത് വലിയൊരു എന്താ പറയുന്നൊരു കൃപയാണ് കേട്ടോ. ചില ദുരാനുഭവങ്ങളും ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 24-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ കൂടെ നടക്കണമെങ്കിൽ ഒക്കെ നീ അങ്ങ് കളഞ്ഞേക്കണം, എല്ലാം കളഞ്ഞേക്കണം, ക്രൂശെടുത്ത് ത്യാഗത്തോടെ എൻ്റെ പിന്നാലെ വന്നേക്കണം. നിന്റെ ജീവിതത്തിൽ ചെറിയ സഹനങ്ങളും ദുരാനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ കർത്താവെ, അങ്ങയുടെ കൂടെ നടക്കാൻ അങ്ങ് എനിക്ക് നൽകിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറഞ്ഞേക്കുക കേട്ടോ. സന്തോഷമുള്ള കാര്യം കേട്ടോ. ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാകുന്നത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, വിഷമങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ വന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. വലിയ വഴക്കാച്ചാൽ, കൂട്ടുകുടുംബമാണ്. ചേട്ടൻ്റെ ഭാര്യയായിട്ട്, അവരുടെ കുടുംബങ്ങളായിട്ട് 70-75 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ ഒന്ന് കരഞ്ഞേക്കുക. ഉണ്ടാകാം, തെറ്റുകൾ ഇരുഭാഗത്തും ഉണ്ടാകാം. അത് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനോ അല്ല. ചെറിയ ചെറിയ ദുരാനുഭവങ്ങൾ നമ്മളങ്ങ് കൈ പിടിച്ചുയർത്തുന്ന വലിയ പാഠമായിട്ട് തീരും, ശക്തിയായിട്ട് മാറും. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. പിന്നെ മറ്റൊരു പ്രത്യേക ഒരു എന്താ പറയുന്ന ഒരു മെസ്സേജ് എന്ന് തന്നെ പറയണം. നമ്മൾ ഏതെങ്കിലും രീതിയിൽ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, തെറ്റുകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരു ശുദ്ധീകരണം അത് അത്യാവശ്യമാണ്. ചില ദുരാനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ വിഷമങ്ങളിലൂടെ കടന്നു പോയേച്ചേ, ചില ബുദ്ധിമുട്ടുകളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നു പോയേച്ചേ നിനക്ക് ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് കർത്താവ് നൽകുന്ന ഒരു ശിക്ഷയായിട്ട് കരുതരുത് കേട്ടോ. എപ്പോഴും ചീത്ത സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവൻ കാണുമ്പോഴോ അല്ലെങ്കിൽ ആ പാപം ചെയ്യുമ്പോഴോ വലിയ സുഖമൊക്കെയാണ്. പക്ഷേ ഓർത്തേക്കണം, അതിനുള്ള വേറൊരു സാധനം അവിടെ അപ്പുറത്തുണ്ട്. നീ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ ആ ശുദ്ധീകരണത്തിലൂടെ കടന്നുപോയാലേ ഈശോയുടെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കും. എപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവൻ, പണം പലിശയ്ക്ക് കൊടുക്കുന്നവൻ, ദൂഷണം പറയുന്നവൻ, ആ മേഖലകളിൽ ശുദ്ധീകരണം നടക്കാതെ നിനക്ക് തമ്പുരാന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. പാപം ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖത്തിന്റെ ഇരട്ടി ദുഃഖങ്ങളിലൂടെ അല്ലെങ്കിൽ ദുരിതങ്ങളിലൂടെ കടന്നുപോയാലേ ശുദ്ധീകരണം സാധ്യമാക്കുകയുള്ളൂ. ഓർത്തേക്കണം കേട്ടോ, തെറ്റുകൾ ചെയ്യുമ്പോൾ പ്രത്യേകം ഓർത്തേക്കണം. അതല്ല സുഖം, നൈമിഷിക സുഖമാണെന്ന് തിരിച്ചറിവോടെ ജീവിക്കുക. പ്രത്യേകിച്ച് ദിവസങ്ങളിലെ പ്രാർത്ഥിക്കുക. എല്ലാവരും വചനം കേൾക്കാൻ, വചനം വായിക്കാനൊക്കെ പ്രത്യേകം സമയം കണ്ടെത്തിയുള്ളൂ കേട്ടോ. നമ്മൾ 426 ദിവസങ്ങളായി ഈ വചനധാര നമ്മൾ ഓരോ വചനമായിട്ട് നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും പഠിക്കുന്നു. കുറേ പേരൊക്കെ എഴുതി വെക്കുന്നവരൊക്കെ ഉണ്ട്, അറിയാം. വലിയ സന്തോഷം. കൂടുതലായിട്ട് വചനം കേൾക്കാൻ, പഠിക്കാൻ ഈശോ വലിയൊരു അനുഗ്രഹം നൽകട്ടെ. പ്രാർത്ഥിക്കാം. മനോഹരമായൊരു ദിവസമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. പ്രത്യേകിച്ച് വൈദികർക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം. കർത്താവേ, അഹങ്കാരമില്ലാതെ എളിമയോടെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾ വൈദികർക്ക് നൽകണേ. ശുശ്രൂഷ മേഖലകളിൽ ശക്തമായ അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറച്ചു. ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയോടെ കർത്താവ്, ഞങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങൾ ഞങ്ങളുടെ പാപങ്ങളുടെ ഫലമാണെന്ന് തിരിച്ചറിവ്
അല്ലെങ്കിൽ അങ്ങയുടെ വഴിയിലൂടെ നടക്കാനുള്ള വലിയൊരു കൃപയാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ അനുഗ്രഹിച്ചേക്കണേ നാഥ. ഇത് ചേർന്ന് പറഞ്ഞേക്കാം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ആമേൻ.